നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 20 വർഷം കൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്, ഫേസ് 3 ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ഫൈനാൻസിനെ നമുക്ക് മാനേജ് ചെയ്യണമെന്ന് ഈ ഒരു സിംഗിൾ പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം പതിയെ പതിയെ അപ്ലൈ ചെയ്യാൻ നോക്കുക, എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ, നമ്മൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ആകെപ്പാട് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു 10,000 രൂപയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ആ ഒരു 10,000 രൂപ നമ്മൾ മാറ്റി വെച്ചു. അതായത് നമുക്കൊരു 20,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ 10,000 രൂപ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം പോയിട്ട് 10,000 രൂപ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുവാണ്. അപ്പൊ ആ ഒരു 10,000 രൂപേനെ നമ്മൾ ഫേസ് 1 എന്താണ് ചെയ്യിക്കുന്നത്? നമ്മുടെ ഫൗണ്ടേഷൻ ആണ്, നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ആദ്യമേ തന്നെ എടുക്കേണ്ടത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ബാക്കിയുള്ള എമർജൻസി ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തതാണ് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഫേസ്, അത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഫേസ്. മൂന്നാമതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫണ്ട് വന്നുകൊണ്ടിരിക്കും, നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ ഒരു പാസീവ് ആയിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ഫേസസ് ആണുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അത് നമ്മുടെ ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഞാനിവിടെ 10,000 എന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്തത് ഒരു സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിന്റെയാണ് ഞാൻ എക്സാമ്പിൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യും, അതല്ല ഇതിനേക്കാളും ഇച്ചിരി കുറഞ്ഞാണ് പോയെങ്കിലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നതുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യം തന്നെ എടുക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരില്ല എന്ന് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപക്ഷെ 1,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൂട്ടി മന്ത്ലി FD ഇട്ട് പോകുന്ന ആളാണെങ്കിൽ ഒരു 2-3 വർഷത്തേക്ക് FD ഒറ്റയടിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാതെ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. നമ്മൾ ഒത്തിരി വർഷം പുറകോട്ട് പോകും. അത്രയും നാള് കൂടുതൽ നമ്മൾ ജോലി ചെയ്യേണ്ട വരും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, 8,000 അല്ല 800 തൊട്ട് 1,000 രൂപ പെർ മന്ത്. അത് ചിലപ്പോൾ 1,200 ആകാം, ചിലപ്പോൾ 1,300 ആകാം. അപ്പം അങ്ങനെ ഒരു റേഞ്ചിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരുപാട് നല്ല പ്ലാൻസ് മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കുക. നമുക്ക് അനുയോജ്യമായത്, ഓരോരുത്തർക്കും അനുയോജ്യമായത്, അതായത് ശരിയായ പ്ലാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ സമയം കൊടുക്കുക. പഠിച്ച് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മളെയും നമ്മുടെ കൂട്ടത്തിലുള്ള ഡിപ്പെൻസിനെയും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂവിൽ നിന്ന്, ഹോസ്പിറ്റൽ ബില്ലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ 800 to 1,000 എന്നുള്ള പ്രീമിയം കൂടാം കുറയാം, എങ്കിലും അപ്രോക്സിമേറ്റ് നമുക്കൊരു 1,000, 1,200, 1,300 റേഞ്ചിൽ നമുക്ക് ഏറ്റവും പ്രീമിയം പോളിസീസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്തും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രായം കൂടിയ ആൾക്കാരും പ്രായം കുറഞ്ഞുള്ള കാറ്റഗറി ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രായം കുറഞ്ഞുള്ളവർക്ക് സെപ്പറേറ്റും പ്രായം കൂടിയുള്ളവർക്ക് സെപ്പറേറ്റും അങ്ങനെയൊക്കെ എടുക്കുക. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് പ്രൊട്ടക്ഷനിൽ വരുന്നത്? അതാണ് നമ്മുടെ ടേം ലൈഫ് ഇൻഷുറൻസ്. അതായത് നമുക്കൊരു ടേം ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മേജർ ആളാണ് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ചുറ്റും ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് നമുക്ക് വളരെ എടുത്തേ പറ്റുള്ളൂ. അത് വളരെ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു വലിയ എമൗണ്ട് കിട്ടും, അവർക്ക് ഡിപ്പെൻഡൻസിന് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പം അവിടെ നമുക്ക് കൊടുക്കേണ്ട പ്രീമിയം എത്രയാണ്? അവിടെ നമുക്ക് 800 to 1,200 രൂപ. ഇതിനെ ഇടയ്ക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അങ്ങനെയുള്ള എമൗണ്ടുകളിലുള്ള നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പഠിച്ച് എടുക്കാൻ നോക്കുക. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, ലൈഫ് ഇൻഷുറൻസ് എടുത്തു, ഈ 2 കാര്യങ്ങളും ചെയ്തിട്ട് മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു എമർജൻസി ഫണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എമർജൻസി ഫണ്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പം എന്തെങ്കിലും
പെട്ടെന്നൊരു എമർജൻസി, അത് ഒരു ഹോസ്പിറ്റൽ കേസ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാവാം. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് വേണമായിരിക്കും, ഒരു 20,000 അല്ലെങ്കിൽ 30,000, 50,000, 1,00,000. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ട് ക്യാഷ് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ ഗോൾഡിലോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് പെട്ടെന്ന് അത് ക്യാഷ് ആക്കി മാറ്റി നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്താൻ സാധിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ നമുക്കൊരു 2,000 രൂപ അപ്രോക്സിമേറ്റ്, നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം, 2,000 രൂപ വെച്ച് മാറ്റി വെച്ച് ഒരു 1-2 വർഷം കൊണ്ട് ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ അപ്രോച്ച് ചെയ്യാം? നമുക്ക് RD ഇടാം. ബാങ്കിൽ RD 2,000 രൂപ വെച്ച് മന്ത്ലി കട്ട് ചെയ്ത് പോകും. ഒരു വർഷം കൊണ്ട് 12 മാസം കൊണ്ട് 2,000 ആണ് കട്ട് ചെയ്യുന്നെങ്കിൽ 24,000, 2 വർഷം കൊണ്ട് 48, 3-4 വർഷം കൊണ്ട് നമുക്ക് 1,00,000 രൂപ മേലുള്ള ഒരു എമൗണ്ടിലേക്ക് കൊണ്ടുവരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതിനുശേഷം ലൈഫ് ഇൻഷുറൻസ് എടുക്കുക, അതിനുശേഷം ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യും. അപ്പൊ അവിടെ തന്നെ നമ്മുടെ എക്സ്പെൻസ് എത്ര വന്നു? നമുക്ക് ഏകദേശം ഒരു 4,000 രൂപ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വന്നു. ബാക്കി എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ബാക്കി നമ്മുടെ കയ്യിൽ 6,000 രൂപയാണ് ഇനിഷ്യലി നമുക്കുള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, ആ ഒരു എമൗണ്ട് പല അസറ്റ് ക്ലാസ്സുകളിൽ ഡിവൈഡ് ചെയ്തിടുക. ഒരിക്കലും FD തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇടാതിരിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം, ഇക്വിറ്റി മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ നമുക്ക് നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇൻ കേസ് താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് താഴോട്ട് പോരാതെ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റീസ് എടുക്കാം, അതുപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ടുകളുണ്ട് അതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് FDs ഇടാം. അപ്പം തീർച്ചയായിട്ടും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അവിടെ നമുക്ക് ഇനിഷ്യലി ആദ്യത്തെ 1-2 വർഷം നമുക്ക് 6,000 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് എമർജൻസി ഫണ്ട് നമ്മുടെ ഫുൾഫിൽ ആകുന്ന സമയത്ത് 1-2 വർഷം 2,000 രൂപ വെച്ച് അടച്ച് ഒരു 50,000 അല്ലെങ്കിൽ 60,000, 70,000 അല്ലെങ്കിൽ 1,00,000 രൂപ അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി 8,000 രൂപ നമ്മുടെ കയ്യിലുണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു 8,000 രൂപ വെച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ 6,000 രൂപ വെച്ച് പ്ലാൻ ചെയ്യാം. ഈ ഒരു 6,000 രൂപയുടെ 60-70% നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ മ്യൂച്വൽ ഫണ്ടിൽ അല്ല ഇടണ്ടേ, മറിച്ച് അവിടെ നമുക്ക് കാറ്റഗറീസ് ഉണ്ട്, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ആ ഒരുപാട് കാറ്റഗറീസിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ നല്ല കാറ്റഗറീസ് എടുക്കുക. നമുക്ക് ടിക് ടാക് റിട്ടേൺ, നല്ലൊരു സ്റ്റാൻഡേർഡ് റിട്ടേൺ, റിസ്ക് കുറഞ്ഞ് കിട്ടുന്ന കാറ്റഗറീസ് എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുണ്ട്, മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്, സ്മോൾ ക്യാപ് ഫണ്ടുകളുണ്ട്, ലാർജ് ക്യാപ് ഫണ്ടുകളുണ്ട്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കുറച്ച് ഫണ്ടുകൾ എടുക്കുക, നല്ല വെയിറ്റേജോട് കൂടി. ഇതിനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് 6,000 രൂപയുടെ 60-70% നമ്മൾ ഇട്ടു. ഏകദേശം ഒരു 3,500 4,000 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ബാക്കി നമുക്ക് 20-30% നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇടാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെന്റ് ആ ഒരു സമയത്ത് നമ്മുടെ ഡെപ്റ്റ് ഫണ്ടുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ മുകളിലേക്ക് തരും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് PPFകൾ ആഡ് ചെയ്യാം, ഡെപ്റ്റ് ഫണ്ടുകൾ ആഡ് ചെയ്യാം, FDs സ്റ്റാർട്ട് ചെയ്യാം, RD സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതെല്ലാം ഇതിന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് കമ്മ്യൂണിറ്റി അസറ്റുകൾ വാങ്ങിച്ചു വെക്കാം. ഇപ്പൊ ഗോൾഡ്, സിൽവർ ഇങ്ങനെയുള്ളതിന്റെ ETFകൾ അല്ലെങ്കിൽ ബീസ്, ഗോൾഡ് ബീസ്, സിൽവർ ബീസ്, അല്ലെങ്കിൽ ഗോൾഡ് ETF, ഗോൾഡ് IETF, അങ്ങനെ ഒരുപാട് ETFകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്, പല AMCയുടെ. ഓക്കെ, അപ്പം അത് നമുക്ക് വാങ്ങാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡിൽ ഒരു 10, 15, 20% അതൊക്കെ നമ്മളാണ് ഈ ഒരു വെയിറ്റേജ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ അപ്രോക്സിമേറ്റ് ഒരു വെയിറ്റേജ് പറഞ്ഞു ഉള്ളൂ. അപ്പം ഫുള്ള് ഗോൾഡിൽ ഇടുന്നതിനേക്കാളും ബെറ്റർ ഇതിന്റെ അകത്തെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ അകത്ത് തന്നെ ഇക്വിറ്റിയുടെ പെർസെന്റേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ, നല്ലൊരു ഗ്രോത്ത് പോർട്ട്ഫോളിയോ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇക്വിറ്റിക്ക് വെയിറ്റേജ് കൂട്ടി കൊടുത്തത്, ഡെപ്റ്റിനും കമ്മ്യൂണിറ്റിക്കും ഇച്ചിരി വെയിറ്റ് കുറച്ച് വിട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ ഈ ഒരു വെൽത്ത് ക്രിയേഷൻ, ഈ 2ാമത്തെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റെപ്പ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ വാട്സ്ആപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഏത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം
നമ്മുടെ അടുത്ത ഒരു പ്ലാനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അവിടെ നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ റിസൾട്ട് നമുക്ക് നോർമൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമുക്കൊരു മോശമില്ലാത്ത ഒരു നല്ലൊരു റിട്ടേണിലേക്ക് വരും. പക്ഷെ അവിടെ നമുക്ക് ഒരു ആനുവലി നമ്മുടെ ഓൾറെഡി ഇൻകം കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു 10% കൂടുതൽ എമൗണ്ട്, എക്സാമ്പിൾ ആയിട്ട് ആദ്യത്തെ ഒരു വർഷം 8,000 ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നത്തെ വർഷം ആകുമ്പോൾ 8,800 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ചൊരു 10% കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് അതിന് പറയുന്ന ഒരു പേരാണ് സ്റ്റെപ്പ് അപ്പ് SIP. അപ്പൊ അവിടെ ഒരു ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ആ ഒരു ആക്സിലറേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോനെ നല്ലൊരു വലിയൊരു കോർപ്പസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു 20 വർഷം കഴിയുമ്പോഴത്തേനും ഞാനിവിടെ ഒരു 10% റിട്ടേൺ ഇട്ടിരിക്കുന്നത്. അപ്പൊ 10% വെച്ച് നമുക്ക് റിട്ടേൺ കിട്ടുവാണെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് 1.35 കോടി രൂപയായി മാറും. അപ്പം 20 വർഷം കഴിയുമ്പോഴത്തേനും ഇന്നത്തെ 1.5 കോടി 1.3 കോടിയുടെ വാല്യൂ 30 കോടിയുടെ 1 കോടി 30 ലക്ഷത്തിന് വാല്യൂ ഇല്ല അന്നത്തെ അതിന്, മനസ്സിലാക്കുക. എങ്കിലും ഇതിനൊരു 75 ലക്ഷം രൂപ അല്ലെങ്കിൽ 65 ലക്ഷം രൂപയുടെ വാല്യൂ എങ്കിലും അന്നത് ഉണ്ടാവും. എങ്കിലും ഓർത്ത് നോക്കുക, നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു, ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തു, ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്തു, എമർജൻസി ഫണ്ടും ഉണ്ടാക്കി വെച്ചു, നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പതിയെ പതിയെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വലിയൊരു കോർപ്പസിലേക്ക് വന്നു. ആ ഒരു കോർപ്പസ് ഉപയോഗിക്കാൻ സാധിക്കും ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ റിട്ടയർമെന്റിന്റെ ടൈമിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഫേസ് 3ലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ഫേസ് 3 എന്താണ് പറയുന്നത്? ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ SWP ബക്കറ്റ് സ്ട്രാറ്റജി. അപ്പൊ ബക്കറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യമേ നമ്മൾ പതിയെ പതിയെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചു. അപ്പൊ ആ ഒരു വലിയൊരു കോർപ്പസിനെ നമ്മൾ 3 ബക്കറ്റുകളിലേക്ക് ഷെയർ ചെയ്യുവാണ്. ആ ഒരു സമയത്ത് എത്രയാണെങ്കിലും ആ ഒരു എമൗണ്ടിനെ നമ്മൾ 3 ബക്കറ്റിലേക്ക് ഷെയർ ചെയ്യുവാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മേജർ എമൗണ്ട്, അതായത് നമ്മളൊരു 50% ഒക്കെ നമ്മൾ 3ാമത്തെ ബക്കറ്റിലേക്കായിരിക്കും ഇടുന്നത്. 3ാമത്തെ ബക്കറ്റിലേക്ക് ഇടും. അത് നമ്മുടെ ഗ്രോത്ത് ബക്കറ്റ് ആയിരിക്കും. അത് നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റിലേക്കായിരിക്കും നമ്മൾ ഇടുന്നത്. 50%, 40 50%. ബാക്കിയുള്ള 20 30% നമ്മൾ എന്താണ്, ഇൻകം അല്ലെങ്കിൽ ഡെപ്റ്റ് കാറ്റഗറിയിലുള്ള ഫണ്ടുകളിലേക്കായിരിക്കും ഇടുന്നത്. അതായത് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 8 9 10% ഒക്കെ റിട്ടേൺ കിട്ടുന്ന നല്ല ക്രിസിൽ റേറ്റിംഗ് ഉള്ള ഫണ്ടുകളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഫണ്ടിലല്ല, പല ബോണ്ടുകളിൽ ഡെപ്റ്റ് ഫണ്ടുകളിലേക്കായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പൊ അവിടെ നമ്മൾ എത്രയാണ്, 20 30% ഇടും ഈ ഒരു 1.35 കോടിയുടെ. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ബക്കറ്റ് 1ൽ നമ്മൾ ഇടുന്നത് എന്താണ്, നമ്മൾ FD പോലെയുള്ള അസറ്റ് ക്ലാസ്, അതായത് കൃത്യമായിട്ട് ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്ന സേഫ് കാറ്റഗറിയിലേക്കായിരിക്കും ഇടുന്നത്. ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ FD ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള 10 15 20% നമ്മുടെ ഈ ഒരു വലിയൊരു കോർപ്പസിന്റെ ഇടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബക്കറ്റ് 1ലും ബക്കറ്റ് 2ലും ബക്കറ്റ് 3ലും അപ്പൊ നമ്മൾ ആ ഒരു വലിയ എമൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ 1 2 3 വർഷത്തെ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ പതിയെ പതിയെ എടുക്കാൻ പോകുന്നത് ഏത് ബക്കറ്റിൽ നിന്നായിരിക്കും? ബക്കറ്റ് 1ൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഈ ഒരു ബക്കറ്റിൽ നിന്ന് നമ്മൾ എടുക്കും, ഈ ഒരു ബക്കറ്റിൽ നിന്ന് നമ്മൾ ക്യാഷ് എടുക്കും. അതിനുശേഷം പതുക്കെ നമ്മൾ SWPയിലൂടെ നമ്മൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പൊ വിഡ്രോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആനുവലി 5% നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എമൗണ്ടിന്റെ, അതായത് 1.35 കോടിയുടെ ആനുവലി 5%. അപ്പം അത് ആനുവലി എത്രയാണ് 5% വരുന്നത്? അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 55,000 56,000 രൂപയാണ് അന്ന് വരുന്നത്. ഈ ഒരു 56,000 രൂപയാണ് നമ്മൾ മന്ത്ലിയിൽ വലിക്കാൻ പോകുന്നത്. അപ്പം ആ സ്റ്റാർട്ടിങ്ങിൽ ആ വലിക്കുന്ന അവിടെ നിന്നായിരിക്കും, ബക്കറ്റ് 1ൽ നിന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ബക്കറ്റ് 1 നമ്മൾ വലിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും 2 3 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ബക്കറ്റ് 1ലെ എമൗണ്ട് തീർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ബക്കറ്റ് 1ലെ എമൗണ്ട് തീർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബക്കറ്റ് 2ൽ നിന്ന് നമ്മൾ ഫണ്ട് പതുക്കെ ബക്കറ്റ് 1ലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. ബക്കറ്റ് 2ൽ നിന്ന് നമ്മൾ ബക്കറ്റ് 1ലേക്ക് ഫണ്ട് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റ് 3ൽ നിന്ന് നമ്മൾ പതുക്കെ ബക്കറ്റ് 2ലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ബക്കറ്റ് 2 3 ഇവിടെ എന്താണ്, നമുക്ക് ബക്കറ്റ് 1ലെ പൈസ തീർന്നു കഴിയുമ്പോഴത്തേനും ഓൾറെഡി ബക്കറ്റ് 2ലെയും ബക്കറ്റ് 3യുടെയും പിന്നെയും ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബക്കറ്റ് 2ൽ നമുക്ക് കുറെ ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, 8 9 10% കിട്ടുന്ന റിട്ടേൺസ് ഉള്ളത്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് പോർഷൻ നമ്മൾ വിറ്റ് ബക്കറ്റ് 1ലേക്ക് കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓൾറെഡി പിന്നെയും നമ്മൾ അത് FDയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇൻകം ടാക്സും കാര്യങ്ങളും എല്ലാം നോക്കണം. നമ്മൾ ടാക്സ് മാക്സിമം ഒഴിവാക്കുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടി ഒഴിവാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഒരു ബക്കറ്റ് ഉണ്ടാക്കി ബക്കറ്റിന്റെ അകത്തേക്ക് ഇട്ട് വെക്കുക എന്നല്ല ആശയം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാറ്റഗറൈസ് ചെയ്ത് വെക്കുക, ഇന്ന സാധനം FDയിലേക്ക് വരുന്ന എമൗണ്ട് നമ്മൾ അതിന്റെ അകത്താണ് ആദ്യമേ വലിക്കുന്നത്, ബാക്കിയുള്ളത് അതിന് പുറകെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ബക്കറ്റ് 3യുടെ ഏറ്റവും
നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ബക്കറ്റ് 3 നമുക്ക് ഗ്രോത്ത് കിട്ടും. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഗ്രോത്ത് ബക്കറ്റ് 3 കൊണ്ടുവരും. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലും അല്ലെങ്കിൽ നല്ല ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ഫണ്ടുകളിലൊക്കെ ആയിരിക്കും ഒരു 10-12% ഒക്കെ റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകളിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മേജർ എമൗണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ ഇവിടെ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നമ്മുടെ ടോട്ടൽ ബക്കറ്റിന്റെ അകത്തുള്ള എമൗണ്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ ലിക്വിഡിറ്റിയോട് കൂടി സേഫ് ആയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ 56,250 രൂപ നമ്മൾ ആദ്യത്തെ മാസം വലിച്ചെങ്കിൽ, അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താണ്, നമ്മൾ ഓൾറെഡി ഈ 1.35 കോടി എന്നുള്ളത് പിന്നെയും ഗ്രോ ചെയ്യും. കാരണം 5% നമുക്ക് വലിച്ചത്. ടോട്ടൽ ബക്കറ്റിൽ നമുക്കൊരു 9-10% നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ബക്കറ്റ് ഗ്രോ ചെയ്യും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ആ ഗ്രോ ചെയ്ത് 1.35 എന്നുള്ളത് 1.35 ലക്ഷം എന്നുള്ളത് 1.40 ലക്ഷത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വലിക്കുന്ന എമൗണ്ട് പിന്നെയും കൂടി വരും. അപ്പൊ നമുക്ക് മന്ത്ലി വർഷങ്ങൾ കഴിയുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ വലിക്കാൻ സാധിക്കും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഈ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി നമുക്ക് ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരെങ്കിലും എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊരു ബ്ലൂ പ്രിന്റോട് കൂടി മുമ്പോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ്. സിമ്പിൾ ആണ്, ഒട്ടും ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എമൗണ്ട് നമ്മുടെ മാറ്റി വെക്കുക. ആ ഒരു എമൗണ്ട് ചെറുതാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിനുശേഷം അതിനൊപ്പം തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. അതും റെഡി ആയി കഴിയുമ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ എമർജൻസി ഫണ്ടിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അപ്പം അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് പഠിച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇയർലിയിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് അപ്പ് 10%, 15% ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആക്സലറേഷൻ കിട്ടുന്നു. ആ ഒരു ആക്സലറേഷൻ വലിയൊരു എമൗണ്ട് ആക്കി തീർക്കുന്നു ഒരു വലിയൊരു ടൈം പീരീഡിൽ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൊട്ടിക്കാതെ തന്നെ മാക്സിമം ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ നമുക്ക് അതിന്റെ കവർ കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിങ്ങിന്റെയും അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് SIPയുടെയും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നല്ല മനോഹരമായിട്ട് നമുക്ക് പതുക്കെ ഫണ്ട് വിഡ്രോ ചെയ്ത് നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ. എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാം. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10,000 രൂപ എന്നുള്ള എമൗണ്ടിലാണ്. ഇൻ കേസ് 10,000 പോലും ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കുഴപ്പമില്ല. ഒരു 5,000 ആണെങ്കിൽ ഈ ഒരു 2,000 രൂപയ്ക്ക് ഈ 2,000 രൂപയ്ക്ക് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എടുത്തതിന് ശേഷം 2,000-2,500 രൂപയ്ക്ക് എത്രയാണെങ്കിലും അത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു എമർജൻസി ഫണ്ടിലേക്ക് ഒരു 1,000 രൂപയെങ്കിലും അപ്രോച്ച് ചെയ്ത് ബാക്കി 1,000-2,000 രൂപയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നെങ്കിലും വിചാരിക്കും. നമുക്ക് നല്ലൊരു പീസ്ഫുൾനെസ് കിട്ടും. ശരിയായ ഒരു മെത്തേഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പൊ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു എമൗണ്ട് ഇട്ട് കാണിച്ചു തന്നുള്ളൂ. അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ നോക്കുക. Okay, thank you.